ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ ഹെഡർ കമാൻഡ് ശരിയായിട്ട് റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രൗസറിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡർ കമാൻഡിൻ്റെ കറക്റ്റ് സക്സസ്ഫുള്ളി നമുക്ക് വരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ അതിൽ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കമ്പോണൻ്റൊക്കെ കറസ്പോണ്ടിങ്ങിൽ റെൻഡർ ആവുന്നുണ്ടെന്നുള്ളത്. യൂസർ സ്റ്റേറ്റ് ബട്ടൺസൊക്കെ കാണിക്കേണ്ടതുണ്ട് നമുക്ക് ബേസിക്കലി. ഇനി അത് സെക്ഷൻസാണ് ഗോത്തുനോൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും. സോ ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ അനുസരിച്ചുള്ള യൂസർ കാണിക്കാനായിട്ട് യൂസർ സ്റ്റേറ്റ് ഹെഡേഴ്സ് ബട്ടൺസ് കാണിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ലോഗൗട്ട് ബട്ടണാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഹെഡർ കമാൻഡ് റെൻഡർ ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ചോദിക്കണം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. സോ അതാ പറഞ്ഞത്. സോ നമ്മൾ ഹെഡർ കമാൻഡിൻ്റെ റെൻഡർ ചെയ്യുമ്പോൾ തന്നെ ഉള്ളത്, ഇവിടെ റെൻഡർ ചെയ്യുമ്പോൾ തന്നെ ഉള്ളത് ബാക്ക് എൻഡിൽ നിന്ന് നമ്മൾ ചോദിക്കണം സർവർ നമുക്ക് ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ഗ്രാഫിക്കിൽ നിന്നുള്ള കറണ്ട് യൂസർ ക്വറി ഉപയോഗിച്ച് നിലവിലുള്ള ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ അത് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ ലോഗൗട്ട് ബട്ടൺ കാണിക്കണം. ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ ലോഗൗട്ട് ബട്ടൺ കാണിക്കണം. ലോഗിൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ബട്ടൺസൊക്കെ ഇവിടെ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് കറൻ്റ്ലി. സോ നമുക്ക് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കോപ്പി /GraphQL നമുക്ക് GraphQL ടൂൾ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഇമെയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ എക്സിസ്റ്റിംഗ് കൊറിയയിൽ, ബാക്ക് എൻഡ് കൊറിയയിൽ നിന്ന്. സോ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഐ ഡിയും കൂടി എടുക്കണം. സോ സർവർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത യൂസറിനുണ്ടെങ്കിൽ ആ യൂസറിൻ്റെ ഐ ഡിയും ഇമെയിലും നമുക്ക് ലഭിക്കണം. ഓക്കെ, ഓതൻറ്റിക്കേറ്റ് ചെയ്ത യൂസർ ഇല്ലെങ്കിൽ യൂസർ എന്തായിരിക്കും, നള്ളായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഓതൻറ്റിക്കേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അത് നള്ളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐ ഡി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേസിൽ ലോഗിൻ ചെയ്തിട്ടില്ല, സോ അതുകൊണ്ടാണ് നള്ള് കിട്ടുന്നത്. നിങ്ങൾക്ക് ലോഗിൻ മ്യൂട്ടേഷൻ റൺ ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണത്. ഓക്കെ, കറൻ്റ്ലി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ലോഗിൻ മ്യൂട്ടേഷനൊക്കെ എഴുതേണ്ടതെന്നുള്ളത്. സോ അത് ലോഗിൻ മ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ്ങിൽ ഐ ഡിയും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഇമെയിലും കിട്ടും നമ്മുടെ യൂസറിൻ്റെ. ഓക്കെ, ഇനി നമ്മളെന്ന് വെച്ചാൽ ആദ്യം ഗ്രാഫിക്കൽ ടൂളിലേക്ക് ഒരു റൺ ചെയ്യണം. സോ നമുക്ക് ഇത് കിട്ടുന്നില്ല, പക്ഷേ ഇൻ കേസ് ഔട്ട്പുട്ട് നള്ളാണെങ്കിൽ ആരും ലോഗിൻ ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കൊറി സക്സസ്ഫുള്ളി റൺ ആവുന്നുണ്ട്, ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് നള്ള് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലോഗിൻ മ്യൂട്ടേഷൻ ഒന്ന് എഴുതണം. ഞാൻ ലോഗിൻ മ്യൂട്ടേഷൻ ഒന്ന് എടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ലോഗിൻ മ്യൂട്ടേഷൻ എഴുതിയിട്ടുണ്ട്. ഞാൻ റൺ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ട് സോ ലോഗിൻ മ്യൂട്ടേഷൻ ഞാൻ കോൾ ചെയ്തു, കാരണം നമുക്ക് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കമൻറ്റ് ചെയ്ത് തിരിച്ച് ഞാൻ ക്വറി ചെയ്തെടുക്കാം ലോഗിൻ യൂസറുടെ. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഐ ഡിയും ഇമെയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോഗിൻ ചെയ്ത യൂസറിൻ്റെ നമുക്ക് ഐ ഡിയും ഇതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു റിയാക്ട് ആപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഫോൾഡേഴ്സ് കുറച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്ലയൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പുതിയ ഫോൾഡർ ആഡ് ചെയ്യാം, ക്വറീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, കറണ്ട് യൂസർ .js എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഈ കൊറിയാണ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്, ഇമ്പോർട്ട് GQL ഫ്രം GraphQL ടാഗ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യാണ്, എക്സ്പോർട്ട് ഡീഫോൾട്ട് GQL. നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് നമുക്ക് ക്വറി എടുക്കാം. ഇത് ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം.
സോ കറണ്ട് യൂസറിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ GQL ബേസിക്കലി എന്ന് വെച്ചാൽ ക്വറി സ്ട്രിങ്ങിനെ GraphQL ഒബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GQL യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ക്വറി യൂസ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡറിൽ ഈ ക്വറി ഹെഡർ കമാൻഡിൽ ഈ ക്വറി ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ഞാൻ നമ്മുടെ ഹെഡർ കമാൻഡിലേക്ക് പോകണം തിരിച്ച്. ഓക്കെ, ഹെഡർ കമാൻഡിൽ നമ്മൾ ഈ ക്വറി ഉപയോഗിക്കാനായിട്ട് ആദ്യം എൻ്റെ GraphQL ഇമ്പോർട്ട് ചെയ്യണം ഇവിടെ. സോ ഞാനത് ഇമ്പോർട്ട് ചെയ്യണം ആദ്യം. GraphQL ഫ്രം റിയാക്ട് അപ്പോളോ എന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഇമ്പോർട്ട് ചെയ്യണം, ക്വരീസ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ക്വറി ഫ്രം, നമുക്ക് ഒരു സ്റ്റെപ്പ് എബവ് ആണ്, QURIS ക്വറീസ് സ്ലാഷ് കറണ്ട് യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു നമ്മൾ. ഓക്കെ, എന്നിട്ടത് സോ നമ്മളിപ്പോൾ GraphQL റിയാക്ട് അപ്പോളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, ക്വറിയും നമ്മളിപ്പോൾ എഴുതിയ ക്വറീസിൽ നിന്ന് ക്വറിയും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മളെന്ന് വെച്ചാൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യണം. ഇത് റാപ്പപ്പ് ചെയ്യേണ്ട എക്സ്പോർട്ട് ഡീഫോൾട്ട് നമ്മൾ GraphQL ഓഫ് ക്വറി, എന്നിട്ട് ഇതൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ തിരിച്ച് കോൾ ചെയ്തിട്ട് ഹെഡർ പാസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തണം. സോ GraphQL എന്ന് വെച്ചാൽ റിയാക്ട് കമാൻഡിനെ GraphQL ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GraphQL ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്വറി റിസൾട്ട് this.props.data ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടാവും. സോ അതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ ഹെഡർ എൻ്റർ ചെയ്യുമ്പോൾ GraphQL ക്വറി ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഡാറ്റ എന്താണെന്ന് അറിയണം. അപ്പം ഞാൻ console.log ഇട്ടിട്ട് this.props.data എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ this.props.data എന്ന് പറഞ്ഞാൽ ക്വറി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം ആദ്യം എന്താ വരുന്നതെന്നുള്ളത്. സോ ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്യാൻ മുമ്പ് ഞാൻ ടെർമിനൽ ചെക്ക് ചെയ്യാം. ടെർമിനലിൽ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം, ഒന്ന് ഇൻസ്പെക്റ്റ് അടിക്കാം, എന്നിട്ട് റീലോഡ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് ഇത് കോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്, കൺസോൾ ലോഗ്സ് വരുന്നുള്ളത്. ഒന്നിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് ട്രൂ ആണ് ഇവിടെ വരുന്നത്, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് യൂസറിന് ബേസിക്കലി ഇല്ല, അൺഡിഫൈൻഡ് ആണ്. സോ യൂസർ ഇല്ല. രണ്ടാമത്തേൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ലോഡിങ് ഫോൾസ് ആണ്, ഇവിടെ യൂസറിൽ ഡാറ്റ വരുന്നുണ്ട് നമ്മുടെ കേസിൽ. ഓക്കെ, സോ നമ്മുടെ കേസിൽ ഡാറ്റ കറസ്പോണ്ടിങ്ങിൽ ലോഗ്ഡ് ഇൻ യൂസറുടെ ഡാറ്റ സക്സസ്ഫുള്ളി വരുന്നതും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓതൻറ്റിക്കേഷൻ കുക്കീസൊക്കെ ഈ സെഷനിൽ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. നമുക്ക് പെർട്ടിക്കുലർ യൂസിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹെഡർ ക്വറി ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്തു, പക്ഷേ എന്നിട്ട് നമ്മൾ റൺ ചെയ്തു, നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഡാറ്റ കിട്ടുകയും ചെയ്യുന്നുണ്ട്. സോ അന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്, ബൈ.